ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 25 പരിശുദ്ധ അമ്മ മെജിഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 45-ാമത്തെ വാർഷിക ദിനമാണ് ഇന്ന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ചില പ്രത്യക്ഷപ്പെടലുകളാണ് ഗാഡലൂപ്പെ, ലൂർദ്, ഫാത്തിമ, മെജിഗോറിയ എന്നിങ്ങനെയുള്ള പ്രത്യക്ഷീകരണങ്ങൾ. മെജിഗോറിയയിൽ ഇപ്പോഴും പ്രത്യക്ഷീകരണങ്ങൾ ചില കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പരിശുദ്ധ അമ്മ മെജിഗോറിയയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾക്ക് ഗരബന്താളിലെ സന്ദേശവുമായിട്ടും സാമ്യമുണ്ട്. സമയം തീരാറായി എന്ന് 2 സ്ഥലങ്ങളിലും നൽകുന്ന മുന്നറിയിപ്പിന് മനുഷ്യർ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്നതാണ് പരിശുദ്ധ അമ്മയുടെ പരാതി. അതുപോലെ തന്നെ അവസാനമായി സ്ഥാപിക്കപ്പെടുന്ന അടയാളത്തെക്കുറിച്ചും അതിന് മുന്നോടിയായി നൽകുന്ന മുന്നറിയിപ്പുകളെക്കുറിച്ചും 2 സ്ഥലങ്ങളിലും സന്ദേശങ്ങളുണ്ട്. മുന്നറിയിപ്പിനായി കാത്തിരിക്കരുതെന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലെ സന്ദേശങ്ങൾ ഗരബന്താളിലെയും മെജിഗോറിയയിലെയും സന്ദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ കേട്ടതുപോലെ 400 വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് അറിയിച്ചവ യാഥാർത്ഥ്യമാകാനുള്ള സമയം എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മെജിഗോറിയയിൽ ഇത്രയും നീണ്ട കാലയളവിൽ ഇടതടവില്ലാതെ മാതാവ് ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ലോകത്തിന് വേണ്ടതെല്ലാം ഒരുക്കുന്നതിനുള്ള മാതാവിൻ്റെ പ്രയത്നമാണ് മെജിഗോറിയയിൽ നാം കാണുന്നത്. 1981 ജൂൺ 24 വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം വൈകുന്നേരമാണ് ഈ 6 കുട്ടികൾക്ക് വിസ്മയനീയമായ ഒരു കാഴ്ച കാണുന്നത്. ആടുകളെ അന്വേഷിച്ചു പോയ മിരിയാന, ഇവാൻക, വിസ്ക, മിൽക്ക, ഐവാൻ എന്ന് പേരുള്ള കുട്ടികളാണ് പരിശുദ്ധ അമ്മയെ കാണുന്നത്. ഇതിൽ ഐവാൻ എന്നു പേരുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പരിശുദ്ധ അമ്മയെ ഒരു സ്ത്രീ കുന്നിൻ മുകളിൽ നിൽക്കുന്നു എന്നേ അവർക്ക് തോന്നിയുള്ളൂ. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവരുടെ അമ്മൂമ്മ പറഞ്ഞു, വിസ്ക എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മൂമ്മ പറഞ്ഞു, ഇനി അവിടേക്ക് പോകുമ്പോൾ അന്നാൻ വെള്ളം കൊണ്ടുപോകണം, എന്നിട്ട് തെളിക്കണം. അപ്പോൾ സാത്താനാണെങ്കിൽ പോകും, അല്ലാത്തവരാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് അടുത്ത ദിവസം, അതായത് ജൂൺ 25 മിരിയാന, ഇവാൻക, വിസ്ക, ഐവാൻ, യാക്കോവ്, മരിയ എന്നീ 6 കുട്ടികൾ അവിടെ പോവുകയും പരിശുദ്ധ അമ്മയെ കാണുകയും ചെയ്യുന്നത്. ഒരു പ്രത്യേകത, പരിശുദ്ധ അമ്മ അവരെ കാത്തിരുന്നത് പോലെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടികളെ ആംഗ്യം കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. അവർ കുന്ന് കയറാൻ തുടങ്ങിയതോടെ പെട്ടെന്ന് അവർ കുന്നിന് മുകളിലേക്ക് എത്തി. അങ്ങനെയാണ് അവിടുത്തെ ആദ്യത്തെ ഒരു അത്ഭുതം നടക്കുന്നത്. അപ്പോൾ ഈ വിസ്ക അന്നാൻ വെള്ളം തെളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ സാത്താനിൽ നിന്നാണെങ്കിൽ പോവുക എന്ന്. പരിശുദ്ധ അമ്മ അപ്പോൾ ചിരിച്ചു പറഞ്ഞു, ഞാൻ പരിശുദ്ധ കന്യകാമറിയമാണ്, സമാധാന റാണി എന്ന പേരിലാണ് ഞാനിവിടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ നിർദ്ദേശിച്ചതാണ് ജൂൺ 25 സമാധാന റാണിയുടെ തിരുനാൾ ദിനമായി ആഘോഷിക്കണം. കുട്ടികൾ, ആ രാജ്യക്കാർ ജൂൺ 25 സമാധാന റാണിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. കാരണം കുട്ടികളോട് മാതാവ് ആദ്യമായി സംസാരിക്കുന്ന ദിവസം ജൂൺ 25 ആണ്. അന്ന് മുതൽ തുടർച്ചയായിട്ട് മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മെജിഗോറിയയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളുടെ ചുരുക്കം ഇതാണ്. മുഖ്യ സന്ദേശം MIR, അതായത് സമാധാനം.
ലോകം ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് നീങ്ങുന്നതെങ്കിൽ ആർക്കും ലോകത്തെ രക്ഷിക്കാനാവില്ല. പല പ്രാവശ്യം ഈ വസ്തുത ഈ കുട്ടികളെ പരിശുദ്ധ കന്യക അറിയിച്ചു. ലോകം രക്ഷപ്പെടണമെങ്കിൽ സമാധാനം വേണം. എന്നാൽ ദൈവത്തെ കൂടാതെ സമാധാനം കൈവരിക്കുക സാധ്യമല്ല. മാനസാന്തരമാണ് അമ്മ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ മാതാവിൻ്റെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും മാതാവ് ആവശ്യപ്പെടുന്നത് മാനസാന്തരമാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും അതിനെ ഓർത്ത് മനസ്താപപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക, മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതം നയിക്കുക. ഇത് തന്നെയാണ് അന്ത്യകാലത്ത് ചെയ്യേണ്ട ഒരുക്കവും. അമ്മ പറയുന്നുണ്ട്, മാനസാന്തരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നിട്ട് ആ സമയത്ത് ആകാശത്ത് MIR എന്ന് എഴുതി കാണിക്കുന്നത് അനേകം ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. ക്രൊയേഷ്യൻ ഭാഷയിൽ സമാധാനത്തിനുള്ള പദമാണ് MIR. പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളിലൂടെയും അമ്മ ലക്ഷ്യം വയ്ക്കുന്നത് ലോക സമാധാനമാണ്. അതുപോലെ ലോകത്തിൻ്റെ മാനസാന്തരമാണ്. മാനസാന്തരപ്പെടുക എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ലോകത്തോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എത്രയും വേഗം മാനസാന്തരപ്പെടുക. അത് അമ്മ പറയുന്നത്, അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ ഞാൻ ലോകത്തെ ശിക്ഷിക്കരുതെന്ന് എൻ്റെ മകനോട് പറയും. അങ്ങനെ ലോകം സംരക്ഷിക്കപ്പെടും. ദൈവം എന്താണ് ലോകത്തിലേക്ക് അയക്കാനിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതെന്താണെന്ന് ഊഹിക്കാനും സാധിക്കുകയില്ല. മാനസാന്തരപ്പെടുക, എല്ലാം ഉപേക്ഷിക്കുക, എന്തിനും തയ്യാറായിരിക്കുക. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കണ്ട. മാനസാന്തരപ്പെടുക, എല്ലാം ഉപേക്ഷിക്കുക, എന്തിനും തയ്യാറായിരിക്കുക. അങ്ങനെ അമ്മ മാതാവ് പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ഉപവാസം എന്ന് പറഞ്ഞാൽ ഇറച്ചി ഉപേക്ഷിച്ച് മീൻ കഴിക്കാം എന്നല്ല. അമ്മ പറയുന്നത്, നിങ്ങൾക്ക് ടെലിവിഷൻ പരിപാടികൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ഏറ്റവും നല്ലൊരു ഉപവാസമായിരിക്കും. അതുപോലെ മാതാവ് പറയുന്ന ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങളുടെ ചിന്തയെ വ്യതിചലിപ്പിക്കുമെന്ന്. പ്രാർത്ഥിക്കാൻ പറ്റാതാകുന്നു ഈ ടെലിവിഷൻ പരിപാടികൾ മൂലം. അതുപോലെ ദൈവവും അയൽക്കാരനുമായിട്ട് അനുരഞ്ജനത്തിന് തയ്യാറായി മാസം തോറും കുമ്പസാരിക്കുവാൻ ശ്രദ്ധിക്കുമെങ്കിൽ മുഴുവൻ ക്രിസ്തീയ സമൂഹവും ആത്മീയമായി സൗഖ്യപ്പെടും. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. പ്രത്യക്ഷീകരണങ്ങളിലൂടെ അവസാനകാലമായി അടയാളങ്ങൾ വരുന്നു എന്നൊക്കെ മാതാവ് പറയുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വ്യക്തമായി പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ മതി. ദൈവത്തോടും സഹോദരങ്ങളോടും അയൽപ്പക്കക്കാരോടുമൊക്കെ അനുരഞ്ജനത്തിന് തയ്യാറാകണം. അതാണ് മാതാവ് ആഗ്രഹിക്കുന്നത്. സമാധാനം, മാനസാന്തരം, ഉപവാസം, കൗദാശിക ജീവിതം. പരിശുദ്ധ അമ്മ അന്ത്യകാലമായി എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം മാറണം, മാനസാന്തര ജീവിതമായിരിക്കണം. അതല്ലാതെ വേറെ ഒന്നും സ്വർഗം ആഗ്രഹിക്കുന്നില്ല. സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് ദൈവമേ എന്ന ബോധ്യത്തോടെ ജീവിക്കണമെന്നാണ് പറയുന്നത്. കാരണം ലോകത്തിൻ്റെ ഈ അന്ത്യകാലഘട്ടത്തിൽ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് അമ്മ പറയുന്നത്. ഇതിൽ ദർശനം നൽകപ്പെട്ട 3 പേർക്ക് 9 വീതം രഹസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 പേര് എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് ദിക്കിലായിരുന്നാലും ദിവസവും ദർശനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയുള്ള കുട്ടികളാണ് ഇവാൻക, മിരിയാന, യാക്കോബ്. അവർക്ക് 10 രഹസ്യങ്ങൾ വീതം കൊടുത്തിട്ടുണ്ട്. അവർക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യകുലത്തിന് താക്കീത് നൽകിയിട്ടുള്ള 2 അടയാളങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് മിറിയാനോടാണ്.
കാണാൻ സാധിക്കുന്നതും സ്ഥിരമായി നിലകൊള്ളുന്നതും തകർക്കാൻ സാധിക്കാത്തതുമായ മൂന്നാമത്തെ അടയാളത്തിൻ്റെ മുന്നോടിയായിരിക്കും ഈ പ്രസ്തുത അടയാളമെന്ന്. അതുപോലെ മിറിയാനയ്ക്ക് അവസാനത്തെ ദർശനം കൊടുത്ത വൈകുന്നേരം പരിശുദ്ധ അമ്മ മിറിയാനോട് പറഞ്ഞു, മറ്റെല്ലാവരെയും പോലെ നീയും വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിൻ്റെ ജന്മദിനങ്ങളിലും ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസരങ്ങളിലും ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെടും. അതുപോലെ ഈ രഹസ്യങ്ങളുടെയൊക്കെ ഉള്ളടക്കം ലോകം മുഴുവനെയും ബാധിക്കുന്നൊരു സംഭവമാണ്. അങ്ങനെയാണ് എല്ലാ ദർശനക്കാരായ കുട്ടികളും പറയുന്നത്. പ്രധാനമായി അമ്മ പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ ഒരു രഹസ്യങ്ങളാണ്. അമ്മ പറഞ്ഞ ഒരു കാര്യം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളത് അവർ വെളിപ്പെടുത്തുന്നില്ല. ആദ്യ പ്രത്യക്ഷീകരണം നടന്ന കുന്നിൽ സകല മനുഷ്യർക്കും കാണാവുന്ന ഒരടയാളം സ്ഥാപിക്കപ്പെടും. ഇതാണ് അമ്മ നൽകിയിട്ടുള്ള ഉറപ്പുള്ള സൂചന. ആദ്യത്തെ പ്രത്യക്ഷീകരണം നടന്ന കുന്നിൽ സകല മനുഷ്യർക്കും, ലോകം മുഴുവനുമുള്ള മനുഷ്യർക്കും കാണാവുന്ന ഒരടയാളം സ്ഥാപിക്കും. ഈ അടയാളം നമുക്കുള്ളതല്ല, നിരീശ്വരവാദികൾക്കുള്ളതാണ്. മനസാന്തരപ്പെടാൻ നമ്മൾ നിരീശ്വരവാദികൾക്ക് അടയാളമായി തീരും. അതുപോലെ ഈ അടയാളങ്ങളെക്കുറിച്ച് എല്ലാ പ്രത്യക്ഷീകരണങ്ങളും അമ്മ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ അടയാളം എപ്പോഴാണ് കാണപ്പെടുക എന്നും ഏത് തീയതിയായിരിക്കുമെന്നും ഒക്കെ ഇവർക്ക് അറിയാം. പക്ഷേ അത് പറയില്ല. ഈ അടയാളം കാണുന്നതിന് മുൻപായിട്ട് ലോകത്തിന് ഒരു മുന്നറിയിപ്പും ഒരു താക്കീതും കൂടി നൽകപ്പെടും എന്ന് പറയുന്നുണ്ട്. മുന്നറിയിപ്പും താക്കീതും. ആ മുന്നറിയിപ്പ് ഇതാണ്: വിശ്വാസികളായവർ മാനസാന്തരപ്പെടാൻ അടയാളത്തിനായി കാത്തു നിൽക്കരുത്. ഇത് കൃപയുടെ സമയമാണ്. ഇപ്പോൾ മാനസാന്തരപ്പെടുക. ദൈവം നൽകിയ ഈ കൃപയ്ക്ക് ഒരിക്കലും പൂർണ്ണതോതിൽ നന്ദി പറയാനാവില്ല. ഈ സമയം നൽകപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ മാനസാന്തരത്തിനും വിശ്വാസത്തിൽ ഇനിയും ആഴപ്പെടാനും വേണ്ടിയാണ്. കാരണം അടയാളം കാണപ്പെടുന്ന സമയം വളരെ പേർക്കും മാനസാന്തരത്തിനുള്ള സാധ്യത വിദൂരത്തായിരിക്കും. അതുകൊണ്ട് അടയാളം വരട്ടെ എന്നും കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം. അമ്മ പറഞ്ഞു, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ മാനസാന്തരം സംഭവിക്കുള്ളൂ. അതുപോലെ വെള്ളിയാഴ്ചകളിൽ റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഉപവസിക്കണം. പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലണം. 7 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും 7 നന്മ നിറഞ്ഞ മറിയമേ 7 തൃത്വസ്തുതിയും ചൊല്ലാനും പരിശുദ്ധ അമ്മ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യണം, ഉപവസിക്കണം, എല്ലാം ഉപേക്ഷിക്കണമെന്ന്, സ്വയം ശൂന്യമാവണം. അതാണ് ചെയ്യേണ്ടത്. അവസാന കാലത്തിലേക്ക് എല്ലാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം, നമ്മുടേതായിട്ടുള്ള ഒന്നും വേണ്ട എന്ന്. അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരിക്കൽ വിസ്ക എന്ന് പറയുന്ന കുട്ടി ചോദിച്ചു അമ്മയോട്, നോമ്പുകാലത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം ചെയ്യണമോ? അമ്മ പറഞ്ഞു, നിങ്ങളുടെ സഭ എന്താണ് പറയുന്നത് അത് ചെയ്യുക എന്ന്. നമുക്കൊന്നുകൂടെ വ്യക്തതയോടെ ഇത് കേൾക്കാം. സഭ എന്താണ് നമ്മോട് പറയുന്നത് അത് ചെയ്യാനാണ് സ്വർഗം പറയുന്നത്. ഇതിൽ വിസ്ക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വലിയ സഹനങ്ങളുണ്ട്. വിസ്കയോട് ഇൻ്റർവ്യൂ ചെയ്ത ഫാദർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ നിന്നും വിസ്കയ്ക്ക് വളരെ വലിയ ശാരീരികമായ സഹനങ്ങൾ, ഈ പ്രത്യക്ഷീകരണം നടക്കുന്ന കുട്ടികൾക്കും ജനങ്ങൾക്കുമൊക്കെ വലിയ സഹനങ്ങളുണ്ടായിരിക്കും. വിസ്കയുടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമറിനോട് കൂടിയാണ് വിസ്കയ്ക്ക് സഹനങ്ങൾ തുടങ്ങുന്നത്. അത് അങ്ങനെ തന്നെയാണ് പ്രത്യക്ഷീകരണങ്ങളും അതിനുശേഷം ഉണ്ടാകുന്നത്. പിന്നെ വിസ്ക പറയുന്നുണ്ട്, ഞാൻ ഈ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഈ ട്യൂമർ കഴിഞ്ഞാൽ വേറെ ഓരോന്നോരോന്നായിട്ട് അപ്പൻഡിസൈറ്റ്സ്, തൊണ്ടയിൽ പ്രശ്നം, അങ്ങനെ എപ്പോഴും വിസ്ക ഹോസ്പിറ്റലിലായിരിക്കും. എന്നാൽ ട്യൂമറിൽ നിന്നും പരിശുദ്ധ അമ്മ അവളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്.
വിസ്ക പറയുകയാണ്, ദൈവം തരുന്ന എല്ലാ സഹനങ്ങൾക്കും ഞാൻ ദൈവമേ അങ്ങേക്ക് നന്ദി എന്നാണ് പറയുന്നത്. വലിയ ഓപ്പറേഷനുകളൊക്കെ നടക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് ഡോക്ടർമാർ കേൾക്കുകയും ചെയ്യും. എന്നാൽ ഇവൾ ഓപ്പറേഷൻ്റെ ടേബിളിൽ കിടക്കുകയായിരിക്കും. അതുപോലെ ഈ വിസ്ക എന്ന് പറയുന്ന മകൾ ബൈലൊക്കേഷൻ്റെ കൃപ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊരു കൃപയുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിസ്ക പറയുന്നു, എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും പലർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. പലരുടെയും വീടുകളിൽ പോയി ഈ വിസ്ക സൗഖ്യം കൊടുക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിസ്ക പറയുകയാണ്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈ മകളുടെ വേഷത്തിൽ മറ്റുള്ള വീടുകളിൽ പോയി സൗഖ്യം കൊടുക്കുകയാണ്. വിസ്കയുടെ രൂപത്തിലാണ് വരുന്നത് പരിശുദ്ധ അമ്മ. ഒരിക്കൽ ഇറ്റലിയിൽ നിന്നുള്ള ഒരു സ്ത്രീ പറഞ്ഞു അത്രേ ഈ ഫാദറിനോട്, ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച ഒരു ആശുപത്രിയിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ രാത്രിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ചൊരു സുന്ദരിയായ സ്ത്രീ അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. പിന്നെ ആശുപത്രിയിൽ ചെന്ന് പരിശോധനകളൊക്കെ കഴിഞ്ഞു. അവരുടെ ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതായി സ്ഥിരീകരിച്ചു. അങ്ങനെ അവർ ഇറ്റലിയിൽ നിന്ന് ഒരു കൂട്ടം തീർത്ഥാടകരുമായിട്ട് മെജിഗോറിയയിലെത്തി. ഒരു ദിവസം രാവിലെ ഈ വിസ്ക സംസാരിക്കുന്നത് കേൾക്കാൻ അവർ വീട്ടുമുറ്റത്ത് വന്നു വിസ്കയുടെ. ആ സമയത്ത് വിസ്കയെ കണ്ട നിമിഷം അവർ വിളിച്ചു കൂവി, ഈ സ്ത്രീയാണ് ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടത് എന്ന്. അതായത് ഈ വിസ്കയാണ് അവരുടെ അടുത്ത് പോയിട്ട് സൗഖ്യം കൊടുക്കുന്നത്. പക്ഷേ വിസ്ക ഇതറിയുന്നില്ല, പരിശുദ്ധ അമ്മ അങ്ങനെയൊരു കൃപ ഈ മകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളൊക്കെ മെജുഗൊറിയ മാതാവിനെ സമാധാന റാണി എന്ന് വിളിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അവർ മെജുഗൊറി നിവാസികൾ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ച് വന്നൊരു പ്രത്യേക പ്രാർത്ഥനയാണ് സമാധാന കൊന്ത. അതെങ്ങനെയാണ് ചൊല്ലുക? ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ ഒന്നാമത്തെ, സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ, എന്നെ അങ്ങേ സമാധാനത്തിൻ്റെ പ്രേക്ഷിതനാക്കണമേ. എന്നിട്ടൊരു സ്വർഗ്ഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ പറയുമ്പോൾ തൃത്വസ്തുതി ചൊല്ലാം. രണ്ടാമത് വീണ്ടും, സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മേ, എൻ്റെ കുടുംബ അംഗങ്ങൾ എല്ലാവരിലും പ്രിയപ്പെട്ടവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. വീണ്ടും സ്വർഗ്ഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ പറയുമ്പോൾ തൃത്വസ്തുതി. മൂന്നാമത്, സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മേ, സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. നാലാമത്തെ പ്രാർത്ഥന, സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മേ, എല്ലാവരിലും പ്രത്യേകിച്ച് വൈദികർ, സമർപ്പിതർ, മിഷനറിമാർ എന്നിവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മേ, മദ്യത്തിനും മയക്കമരുന്നിനും ദ്രവ്യാസക്തിക്കും മറ്റു ദുശീലങ്ങൾക്കും അടിമകളായി കഴിയുന്നവരിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മേ, എല്ലാ രോഗികളിലും ദുഃഖിതരിലും തകർന്നവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. ഏഴാമത്തെ, സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ, ലോകരക്ഷകൻ്റെ അമ്മയായ എൻ്റെ രാജ്യത്തിലും രാഷ്ട്രത്തിലും ലോകം മുഴുവനിലും എല്ലാവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. ഇങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈ സമാധാനക്കൊന്തയായിട്ട് അവർ ചൊല്ലുന്നത്. 7 സ്വർഗ്ഗസ്ഥനായും 7 നന്മ നിറഞ്ഞ പറയുമ്പോൾ 7 തൃത്വസ്തുതിയും. പരിശുദ്ധ അമ്മ കുട്ടികളുടെ വഴി സന്ദേശം ഇപ്രകാരമാണ്: കണ്ണീരോടെ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി, ബുധൻ വെള്ളി ഉപവസിക്കുക, പ്രായച്ചിത്തം ചെയ്യുക,
സുവിശേഷം വായിക്കുക, ധ്യാനിക്കുക, ജീവിക്കുക. യോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. പ്രിയ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഇടവകയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. സമാധാനക്കൊന്ത. അതല്ലെങ്കിൽ പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് സമാധാന റാണിയോട് പ്രാർത്ഥിക്കാം. എന്നും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മെജിഗോറിയയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ 45-ാം വർഷമായിട്ട് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം. ലോകത്തിൽ എല്ലാവർക്കും കാണുന്ന ഒരു അടയാളം വരുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അടയാളം എത്രയും വേഗം വന്ന് എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മെജിഗോറിയയിൽ ഈ കഴിഞ്ഞ ജൂൺ 18-ാം തീയതി കൊടുത്ത സന്ദേശം ഇപ്രകാരമായിരുന്നു: എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ വൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, പരിഹാരത്തിലൂടെ നിങ്ങളുടെ പൂർവീകരെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉപകരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. Pray for all of the deceased, for your entire family, generations, and for all your ancestors, that the Lord may deliver them. Through your prayers, fasting, and penance, your ancestors may be delivered from purgatory and enter heaven. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുത്ത സന്ദേശം. അവസാനം അമ്മ എല്ലാവരെയും കുരിശിൻ്റെ അടയാളത്തോടുകൂടെ ആശീർവദിച്ചു. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒരു കാര്യം മനസ്സിൽ ഓർത്തെടുക്കാം. നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പരിഹാര പ്രവൃത്തികളാണ്, നമ്മുടെ സഹനമാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. വേറൊന്നുമല്ല. ബൈബിൾ വായിച്ച് കൂദാശപരമായ ജീവിതം നയിച്ച് യോഗ്യതയോടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുക. ഇതാണ് ഏറ്റവും നല്ല ഒരുക്കം. അവസാന കാലത്തേക്ക് വേണ്ടി ഇങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതം മാറ്റിയും മാനസാന്തരപ്പെടുക എന്നാണ് നിരന്തരം മാതാവ് പ്രത്യക്ഷപ്പെടലുകളിൽ പറയുന്നത്. മെജിഗോറിയയിലെ പ്രത്യക്ഷീകരണമാണ് അവസാനത്തെ പ്രത്യക്ഷീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മ ഇപ്പോഴും അവിടെയും ഇവിടെയും ഓരോ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം സത്യമുണ്ടെന്ന് ഓർക്കണം. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അവസാനത്തെ പ്രത്യക്ഷീകരണം മെജിഗോറിയയിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ വ്യക്തിപരമായ പലർക്കും അമ്മ ദർശനത്തിൽ കാണുന്നുണ്ടായിരിക്കാം. അത് പ്രത്യക്ഷീകരണമല്ല. ഈ പറഞ്ഞ പ്രത്യക്ഷീകരണങ്ങളൊക്കെയാണ് സഭ അംഗീകരിച്ചിട്ടുള്ളത്. മെജിഗോറിയയും പഠനത്തിലാണ്, എങ്കിലും ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം അവിടെ നടക്കുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പേരിൽ, ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം ഇത് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് തന്നെയാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അമ്മ പറഞ്ഞതുപോലെ പരിശുദ്ധ ജപമാലയും വിശുദ്ധ കുർബാനയും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ലോകസമാധാനത്തിന് വേണ്ടിയും പാപപ്രതിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.